ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, സുഖമാണോ? ഇവിടെയൊക്കെ ഉണ്ടോ? കുഞ്ഞുങ്ങളെ, പരീക്ഷയ്ക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ നല്ല പറയുന്നത്, നന്നായി നല്ല പറയുന്നത്, കുഴപ്പമില്ലെന്നല്ല പറയണം കേട്ടോ. ഈശോയുടെ ദൈവകൃപയിൽ നന്നായി പോകുന്നു എന്ന് പറയണം കേട്ടോ. ഹല്ലേലൂയ. നമ്മുടെ സഹോദരങ്ങളെ, സന്തോഷമായിരിക്കുന്നു കേട്ടോ. പിന്നെ ഞാൻ ഒരു സാക്ഷ്യം വായിക്കാം. പിന്നെ നമ്മുടെ സപ്പോർട്ടൊക്കെയാണ് കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാനൊരു ടോക്ക് എടുത്ത് നിങ്ങൾ കണ്ടായിരുന്നു. ഒരു 2 ദിവസം മുമ്പായിരിക്കും, 3 ദിവസമൊക്കെ ഉണ്ട് അല്ലേ. അത് ചിലപ്പോൾ കുട്ടികളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ നോക്കിയില്ല. അത് നമ്മുടെ അത്തിപ്പഴമാണ് കേട്ടോ. അത്തിയുടെ കായൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഹല്ലേലൂയ. പ്രൈസ് അല്ലോ. എന്നാലും നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് പറയണ്ടേ. പിന്നെ ഇന്നൊരു സാക്ഷ്യം വായിക്കാം. പിന്നെ ദൈവത്തിന് മഹത്വപ്പെടുത്തുന്നു. ഞാനൊരു ഹിന്ദു മതവിശ്വാസത്തിൽ ജനിച്ച ആളാണ്. എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാൾ എനിക്ക് അയച്ചു തന്നാണ് ബിനോയിച്ചിൻ്റെ ചെറിയ ടോക്ക്. നോക്കിയേ, ദൈവം പ്രവർത്തിക്കുന്ന വഴി ഞാൻ നിങ്ങളെ പ്രത്യേക ഈശോയിൽ അഭിനന്ദിക്കുകയാണ് കേട്ടോ. നിങ്ങൾ ജാതിമതം ഒന്നും നോക്കരുത്. അങ്ങനെ അയച്ചു കൊടുത്ത് മനുഷ്യർ രക്ഷ പ്രാപിക്കത്തില്ലേ. രക്ഷ എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും ഞാൻ ഉദ്ദേശിക്കുന്ന രക്ഷയാണ്. ഭൗതിക മണ്ഡലത്തിൽ നിന്ന്, അതേപോലെ തന്നെ അവൻ്റെ ആത്മാവിൻ്റെ രക്ഷ ദൈവം പ്രവർത്തിച്ചോളും. നിങ്ങൾ ഇത്രയും ചെയ്ത് ദൈവം വചനം പ്രവർത്തിക്കണം. അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. നിങ്ങൾ ഈ ടോക്ക് കേൾക്കുന്നവർ, നിങ്ങൾക്കൊരു 10,000-2,000 പേരെങ്കിലും നിങ്ങളുടെ കൂടെ നിങ്ങൾ ഈ വചനം അയച്ചു കൊടുക്കുന്ന ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പൊക്കെ ഉണ്ടാക്കി അല്ലേ ചെയ്യുന്നവരാണ് ഞാൻ പറയുകയാണ് കേട്ടോ. എൻ്റെ കൂടെ ഞാൻ ജോലി ചെയ്യുന്ന ആളെ അയച്ചു തന്നത് ചെറിയ ടോക്ക്. 1 വർഷത്തെ, അത് ഞാൻ പറയിച്ചത്, ഞാനിതിൻ്റെ ഒരു പേരിടാത്തത് തന്നെ, കുഞ്ഞു ടോക്ക്, ചെറിയ ടോക്ക്, കിടക്കട്ടെ, ഒരു ടൈറ്റിലൊന്നുമില്ല നമ്മുടെ ഇത്. ഏതായാലും 1 വർഷത്തോളമായിട്ട് ഞാൻ ഡെയിലി അത് കണ്ട് ആശീർവാദം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ്. എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ ടോക്ക് കേട്ടപ്പോൾ പ്രാർത്ഥിച്ചതനുസരിച്ച് ദൈവം നടത്തി തന്നിട്ടുണ്ട്. അതിലേറ്റവും ഒടുവിൽ ലഭിച്ചൊരു അനുഗ്രഹത്തിൻ്റെ സാക്ഷ്യമാണ് ഞാൻ എഴുതുന്നത്. ഒരുപാട് കിട്ടി, ഒരെണ്ണം എഴുതാണ്. എൻ്റെ മകള് 12ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്നൊരു കുട്ടിയാണ്. ഒരുപാട് ഇങ്ങനെ പ്രശ്നമെന്ന് വെച്ചാൽ ഈ എഴുതി കൈ സ്ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ കൈക്ക് കടുത്ത വേദന അനുഭവപ്പെടും. പരീക്ഷ എഴുതുമ്പോൾ ചിലപ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറൊക്കെ ഒരുമിച്ച് എഴുതണമല്ലോ. ഡോക്ടറെ കാണിച്ചപ്പോൾ ടെന്നീസ് എൽബോ ആണെന്ന് പറഞ്ഞ് മരുന്ന് കഴിക്കാൻ വേണ്ടി പറയുകയും ചെയ്തു. ഓക്കെ, മരുന്ന് കഴിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ പ്രശ്നം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാം സമയം അടുത്ത് വന്നു. അപ്പോൾ ഈ മരുന്ന് കഴിച്ച് ഒന്ന് ക്യൂർ ആകാനൊരു ടൈമില്ലേ, അതില്ല. അപ്പോൾ എക്സാം അടുത്ത് വരുന്ന സമയമാണ് ഇത് ധ്യാനം ചെയ്യണം. അപ്പോൾ എന്നത് ഈ പ്രാവശ്യത്തായിരിക്കും, ചിലപ്പോൾ നേരത്തെ എഴുതിയ സാക്ഷ്യമായിരിക്കും. അപ്പോൾ പിന്നെ എക്സാം അടുത്ത് വരുന്ന സമയത്ത് അങ്ങനെയല്ല കേട്ടോ, മരുന്ന് കഴിക്കുകയും ചെയ്ത് പോരുകയും ചെയ്തു. എന്നാൽ ഞാൻ വായിച്ചു തരി, എക്സാം അടുത്ത് വരുന്ന സന്ദർഭത്തിൽ ഈ അസുഖം വീണ്ടും വന്നു. അതാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് കരുതി വിഷമിച്ചിരിക്കുമ്പോഴാണ് അച്ഛൻ്റെ 2254 പ്രതിശല്ലേ രോഗസൗഖ്യത്തിൻ്റെ ടോക്ക് എൻ്റെ മനസ്സിൽ വന്നത്. ഓക്കെ, അപ്പോൾ ഈ എക്സാം തന്നെയാണ് കേട്ടോ. അതനുസരിച്ച് 3 ദിവസം ആ ടോക്ക് കേട്ട് പ്രാർത്ഥിക്കുകയും അസുഖം ഭേദമായി കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്താമെന്ന് അങ്ങനെ നേരത്തെ നേരുകയും ചെയ്തു. ടോക്ക് 2254 രോഗസൗഖ്യം കേട്ട് പ്രാർത്ഥിക്കുകയും ആ ടോക്കിലെ പ്രാർത്ഥന, കർത്താവേ ദൈവമേ, കർത്താവേ അങ്ങയുടെ അനന്ത കാരുണ്യത്തിന് ക്ഷമയ്ക്കും അനുസൃതമായി സൗഖ്യം നൽകണമെന്നുള്ളതാണല്ലോ. ഞങ്ങളുടെ നാളുകളിൽ അങ്ങയുടെ പ്രവർത്തികൾ ആവർത്തിക്കണമേ, വെളിപ്പെടുത്തണമെന്ന് ആവർത്തിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. സമയം കിട്ടുമ്പോഴെല്ലാം ദൈവകൃപയെന്ന് പറയട്ടെ, കൈയുടെ വേദന പെട്ടെന്ന് മാറി. അപ്പോൾ ഈശോയുടെ ഒരു പ്രവർത്തനമല്ല നടക്കുന്നത്. ദൈവ തിരുനാമത്തിന് മഹത്വം നൽകിയ സാക്ഷി എഴുതി അയച്ചു 1000 നന്ദി. ഒപ്പം തന്നെ ഇതിന് ഡെയിലോക്ക് പ്രാർത്ഥിക്കുന്ന അഭിഷേകയുടെ പഴയ എപ്പിസോഡ് ഞാൻ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും അഭിഷേകയുടെ പുതിയ എപ്പിസോഡിന്റെ ലിങ്ക് കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെങ്കിൽ അച്ഛനെ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് താഴ്മയെ അപേക്ഷിക്കുന്നു. എനിക്ക് മറ്റൊരു മതമത്തിൽപ്പെട്ടാണല്ലോ. പറ്റുമെങ്കിൽ ഈ ഫോൺ നമ്പറിലേക്ക് അതിൻ്റെ ലിങ്ക് ഒന്ന് അയച്ചു തരികയും ചെയ്യണം. കൊച്ചിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് സാക്ഷി എഴുതി അയച്ചിരിക്കുക. പിന്നെ ഈ എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും മുകളിൽ എഴുതിയ പ്രാർത്ഥന എനിക്ക് നല്ല വിശ്വാസം എന്ന് പറയുക എഴുതിയായി. അപ്പോൾ നോക്കിയേ അല്ലേ എൻ്റെ സഹോദരങ്ങൾ, ഞാൻ ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഷാലോൺ TV-യിൽ ഞായറാഴ്ച രാത്രി 8:30 മണിക്കാണ് അഭിഷേകത്തിൻ്റെ പ്രോഗ്രാം കിട്ടുന്നത്. പിന്നെ നിങ്ങൾക്ക് അതിൻ്റെ യൂട്യൂബ് ഷാലോമിൻ്റെതിലും കിട്ടും. പിന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നത് ഫാദർ ബിനോയ് കരിമരുതെങ്കൽ ഒഫീഷ്യൽ എന്ന് നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ യൂട്യൂബ് ചാനൽ കിട്ടും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ അഭിഷേകത്തിൻ്റെ ലിങ്ക് അതിനകത്ത് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ലിങ്ക് തന്നെ ഫാദർ ബിനോയ് കരിമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്ക് പേജിലും അത് പോസ്റ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് 8:30 മണിക്ക് തന്നെ അത് കാണാനും പറ്റും. അല്ലെങ്കിൽ 8-9 മണിക്കല്ലേ ആ സമയത്ത് നിങ്ങൾക്കത് കാണാനും പറ്റും കേട്ടോ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കണം കേട്ടോ. ഏതായാലും അമ്മച്ചിക്ക് സാക്ഷി ഇത് അയച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ ആരെങ്കിലും പറഞ്ഞ് ചുമതലപ്പെടുത്താം. ഏതായാലും സഹോദരങ്ങളെ, ശരിക്കും പറഞ്ഞാൽ എന്തൊരു വിശ്വാസമാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതായത് ശരിക്കും പറഞ്ഞാൽ അനേകം പേര് യേശുവിനെ കുറിച്ച് അറിയാം അല്ലേ. എത്രയോ പേര് യേശുവിനെ കുറിച്ച് അറിയാതെ നടക്കുന്നു. യേശുവിനെ അറിയാം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാം. ഇന്നത്തെ നമ്മുടെ വിഷയത്തിൻ്റെ തലക്കെട്ട് ഇതാണ്: നിങ്ങൾക്ക് നഷ്ടം വരികയില്ല.
പലപ്പോഴും പല കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഒരു കാര്യം ഞാൻ ഉറപ്പിച്ച് പറയാം, ലാഭത്തിന് എനിക്കറിയില്ല, നിനക്ക് നഷ്ടം വരികയില്ല. അത് ഞാൻ ഉറപ്പിച്ചു പറയാം. ഇത് നമ്മുടെ ഒരു കോമൺ സംഗതിയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആൾക്ക് നമ്മൾ ഒരു കാര്യം ഉറപ്പിച്ചോ, നമുക്ക് ലാഭമല്ല ഈ കാര്യത്തിൽ നഷ്ടം വരികയെന്ന് ഉറപ്പാണ്. ഇത് നമ്മുടെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ജോലി വരുമ്പോൾ പല പല മേഖലകളിലൊക്കെ നമ്മൾ പറയാറുള്ളൊരു സെൻറ്റൻസാണ്. ഇപ്പോൾ തന്നെ ഇപ്പോൾ ചില ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ച് പറയും, അത് കുഴപ്പമില്ല, നിനക്ക് എന്തായാലും ഒരു ഉപദ്രവവും നഷ്ടവും വരികയില്ല, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 32 പ്രഭാഷകന്റെ പുസ്തകം 32:24 ഒക്കെ സിറാഖ് ചാപ്റ്റർ 32:24 ദൈവവചനം വെളിപ്പെടുത്തുകയാണ്. നിയമം വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ പാലിക്കും, അവൻ അനുസരിക്കും. എന്നിട്ട് പറയാ, കർത്താവിൽ ശരണപ്പെടുന്നവന് നഷ്ടം വരികയല്ല. ഹല്ലേലൂയ. നല്ല വചനമാണ്, നമുക്കൊന്ന് വ്യാഖ്യാനിക്കാം. അതായത് നിയമത്തിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, എനിക്കൊരു ഡോക്ടറെ വിശ്വാസമാണെങ്കിൽ ആ ഡോക്ടർ പറഞ്ഞു തരുന്ന മരുന്ന്, അത് വൈദ്യനായിക്കോട്ടെ നാട്ടുവൈദ്യമായിക്കോട്ടെ എന്തായിക്കോട്ടെ, അത് നമ്മൾ ചെയ്യും. ഉദാഹരണം പറഞ്ഞാൽ, ഒരാളെ നമുക്ക് വിശ്വാസമാണെങ്കിലാണ് അത് നമ്മൾ അനുസരിക്കുകയുള്ളൂ. അതിന് നമ്മളെ പറ്റിക്കാതെ നമുക്ക് ഉറപ്പാണ്. എന്ന് പറയുന്നത് പോലെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ, ഇന്ന് ദൈവവചനം നമ്മൾ പാലിക്കുന്ന കുറവാണെങ്കിൽ അതിന്റെ അർത്ഥം വചനത്തിൽ അത്രയും വിശ്വാസം കുറവാണെന്നുള്ളതാണ്. വചനത്തിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഈശോയിൽ വിശ്വാസം കുറവെന്നല്ല എൻ്റെ അർത്ഥം, അല്ലേ? അതിന് പറയാ, നിയമം വിശ്വസിക്കുന്നവൻ, ദൈവവചനം വിശ്വസിക്കുന്നവൻ, വചനം ഈശോയെ വിശ്വസിക്കും, കൽപ്പന അനുസരിക്കും. അതിൽ യോഹന്നാൻ 14, യോഹന്നാൻ 15, പിന്നെ യോഹന്നാന്റെ ലേഖനത്തിലൊക്കെ കർത്താവ് പറയുന്ന ഒരു തിരുവചനമുണ്ട്, അല്ലേ? സ്നേഹം വെളിപ്പെടുത്തുന്ന വചനഭാഗമുണ്ട്. എന്നതാ? എന്നെ സ്നേഹിക്കുന്നവൻ, എന്നിൽ വിശ്വസിക്കുന്നവൻ കൽപ്പനകൾ പാലിക്കും. എന്നിട്ട് അപ്പൊ നോക്കിയാൽ, ഒന്ന് നമ്മൾ ഇങ്ങനെ വചനം പാലിക്കണം. ഇപ്പൊ ഇന്നലെ പറഞ്ഞ വചനങ്ങൾക്ക് ഒരുപാട് പാലിക്കാൻ പറ്റിയ വചനങ്ങളാണ്. എന്നിട്ട് അതിന്റെ അടുത്ത അത് മാത്രം പോരാ, കർത്താവിൽ ശരണപ്പെടണം. ഇന്നലെ നമ്മൾ പറഞ്ഞ അതേ ആശ്രയം എന്ന് പറഞ്ഞതിന്റെ അടുത്തൊരു വേർഷനാണ് ശരണപ്പെടുക. ദൈവിക പണിയുടെ രണ്ടാമത്തെ ശരണം. എന്നിട്ട് പറയുന്നത് നഷ്ടം വരികയല്ല, നഷ്ടം വരികയല്ല, നഷ്ടം വരികയല്ല, നഷ്ടം വരികയല്ല. രണ്ട് കാര്യം ഒരേപോലെ വേണം. ഒന്ന്, വചനത്തിൽ വിശ്വസിക്കണം, ആ വചനം അതുപോലെ മുറുകെ പിടിക്കണം, ആ വചനം അതുപോലെ പാലിക്കണം, എന്നിട്ട് കർത്താവിൽ ശരണപ്പെടുകയും ചെയ്തത്. അപ്പോൾ നമ്മൾ ഈ വചനം പാലിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയണത്, നമ്മളിപ്പം ഏതെങ്കിലുമൊക്കെ എതിർത്ത് സംസാരിക്കുന്ന വചനം പാലിക്കുമ്പോൾ ഭയങ്കര പ്രതിസന്ധി വരുന്നു. അല്ലാന്നുണ്ടെങ്കിൽ വചനത്തിനനുസരിച്ച് നമ്മൾ കൈക്കൂലി കൊടുക്കാതെ, തട്ടിപ്പ് നടത്താതെ, ഞായറാഴ്ച പ്രവർത്തിക്കാതെ ഒക്കെ വചനം പാലിക്കുമ്പോൾ ഭയങ്കര ഞെരുക്കം വരും. ഭയങ്കര ഞെരുക്കം വരും. ആ വചനം നമ്മൾ പരിശോധിക്കാൻ, പരീക്ഷിക്കുന്ന സമയം, ആ സമയത്ത് നമ്മൾ പിടിച്ചത് ശരണമാണ്. കാരണം ആകാശം മാറിയാലും ഭൂമി മാറിയാലും വചനത്തിന് മാറ്റമല്ല, ശരണപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ചില ആൾക്കാർക്ക് ശരണം കുറവായിരിക്കും, വചനം പാലിക്കും, വീണുപോകും. മനസ്സിലാകുന്നല്ലോ. ചില ആൾക്കാർക്ക് ഭയങ്കര ശരണമുണ്ട്, വചനം പാലിക്കുകയല്ല, അനുഗ്രഹം കിട്ടിയല്ല. ക്ലബ് ഇത് രണ്ടും ടുഗദർ, ഇത് ഒരുമിച്ച് പോകേണ്ടതാണ്. പ്രൈസ് ദി ലോർഡ്. സന്തോഷം കേട്ടോ, പറഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു സന്തോഷം വന്നു. സ്വരമൊക്കെ കൂടുതലെടുത്ത് കേട്ടോ. കർത്താവ് പ്രത്യേകം അനുഗ്രഹിക്കട്ടെ. നമുക്ക് എന്തായാലും ഇന്ന് ഇങ്ങനത്തെ മേഖലയുടെ രോഗത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യാം. ശ്രദ്ധിക്കാവോ? എല്ലാവരും ചേർന്ന് ശ്രദ്ധിക്കാവോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, സ്തുതിക്കുന്നു, അന്നേക്ക് നന്ദി പറയുന്നു. കർത്താവ് ദൈവമേ, വലിയ കൂട്ടായ്മയിൽ, വലിയ സന്തോഷത്തിൽ, വലിയ ഐക്യത്തിൽ ഞങ്ങൾ ഒരു മനസ്സോടെ വിശുദ്ധരുടെ കൂട്ടായ്മയിൽ, പരിശുദ്ധമ്മയുടെ വിശേപിതാവിന്റെ എല്ലാം കൂട്ടായ്മ ഞങ്ങളിപ്പോൾ ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, വചനം പാലിക്കാൻ, വചനത്തിൽ വിശ്വസിക്കാൻ, ശരണപ്പെടാൻ ഒരു കൃപ ഈശോയുടെ നാമത്തിൽ നിങ്ങളുടെ മേൽ വന്ന് നിറയട്ടെ. കർത്താവേ ദൈവമേ, നിങ്ങളെ ശല്യപ്പെടുത്തുന്ന ഓരോ ദുഷ്ടാരൂപികളെയും കർത്താവേ, അവിടുത്തെ നാമത്തിൽ ദുഷ്ടാരെ ബന്ധിക്കുന്ന കർത്താവ് തടസ്സം വിട്ടുപോട്ടെ, ദൈവകൃപ നിറയട്ടെ. അതുപോലെ തന്നെ കർത്താവായ ദൈവം പ്രത്യേകിച്ച് ടെന്നിസ് എൽബോ എന്ന് പറയുന്ന രോഗത്താൽ ബുദ്ധിമുട്ടി, കറുത്ത കൈയുടെ മുട്ടിന് വേദന, കറുത്ത കൂടെ സ്ട്രെയിൻ എടുക്കാൻ പറ്റുകയില്ല, അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ളവർ മരുന്ന് കഴിക്കാത്തവരാണെങ്കിലും കർത്താവായ യേശുവിന്റെ നാമത്തെ ശക്തിയാൽ, യേശുവിന്റെ വചനത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ കുരിശിന്റെ അടയാളത്തിന്റെ ശക്തിയാൽ, ഈശോയുടെ തിരുരത്വത്തിന്റെ അത്ഭുതകരമായ ശക്തിയാൽ സൗഖ്യം പ്രാപിക്കട്ടെ എന്ന് ആശീർവദിക്കുന്നു. അതേപോലെ തന്നെ കർത്താവെ, കൈ ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകൾ, അതേപോലെ തന്നെ കൈ ഇങ്ങനെ എഴുതാൻ പറ്റാത്ത അവസ്ഥകൾ, പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധിമുട്ടുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഈശോയുടെ പ്രത്യേക സൗഖ്യവും വിടുതലും പ്രാപിക്കട്ടെ. കർത്താവായ ദൈവമേ, എന്താണോ ഇവരുടെ നിയോഗം, ഇവർക്ക് എന്താണോ അങ്ങ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കണമെന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുക, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.